ഹായ്, ഞാൻ തസ്നിം അസീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഒരു ജ്യൂസാണ്. മാതള നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പലർക്കും പറയാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ്. എങ്ങനെയാണ് വെറുതെ കഴിക്കുക? ഞാൻ വെറുതെ കഴിക്കാറുണ്ട് കേട്ടോ, ജ്യൂസ് അടിക്കാതെ കഴിക്കാറുണ്ട്. അങ്ങനെയാണ് പലരും കഴിക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് മിറാക്കിൾ ഗാർഡനിലാണ്. മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫ്ലവർ ഗാർഡൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിറാക്കിൾ തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും ഫ്ലവേഴ്സ്, ഇത്രയും ഫ്ലവേഴ്സ് ഉള്ള അത് 365 ദിവസം ഇതുപോലെ വിടർന്ന് ഒരെണ്ണം പോലും കൊഴിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ വാടിയിരിക്കുന്നതോ ആയിട്ട് കാണാൻ പറ്റില്ല. 365 ദിവസം എപ്പോൾ വന്നാലും ഇത് ഇതേപോലെ തന്നെ നല്ല വിടർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും അത്ഭുതം തന്നെയാണ്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണേന്നാവോ. ഇത് ദുബായ് ലാൻഡ് എന്നുള്ള ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. ഇതിപ്പോൾ ശരിക്കും 2013 വാലന്റൈൻസ് ഡേക്കാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് 72,000 സ്ക്വയർ മീറ്റേഴ്സിലാണ്. വലിയൊരു ഗാർഡനാണ് കേട്ടോ. ഒരുപാട് ഏരിയയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഫ്ലവർ ഗാർഡൻ ആണെന്നാണ് പറയണത്. 50 മില്യൺ ഫ്ലവേഴ്സിലധികം ഇവിടെ വിടർന്ന് നിൽക്കുന്നുണ്ട്. 250 മില്യൺ പ്ലാന്റ്സ് എന്നാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈ ഒരു മേക്കിംഗ്, ഈ ഒരു സ്ട്രക്ചേഴ്സ് ഇതൊക്കെ മാറ്റാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് വേറെ കുറേ രൂപങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഭയങ്കര നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികൾ വീടിൻ്റെയൊക്കെ ചിത്രം വരയ്ക്കുന്ന പോലെയാണ്. റൂഫിനൊക്കെ ഒരു കളറ്, ചുമരിനൊരു കളറ്, പക്ഷെ അതെല്ലാം ഫ്ലവേഴ്സ് കൊണ്ടാണെന്ന് മാത്രം. ആന, പെൻകിൻ, എന്തൊക്കെയാണോ നോക്കിയാട്ടെ, എന്തൊരു ഭംഗിയാ. നോക്കിയാൽ എപ്പോൾ കണ്ടാലും ഇതൊരു അത്ഭുതം ആയിട്ട് തന്നെയാണ് കേട്ടോ തോന്നണത്. ഇതിനടുത്തൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത് അത്ര വലിയ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. നമ്മുടെ നാട്ടിലേക്ക് എപ്പോഴും ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇത് ശരിക്കും ഒരു മിറക്കിൾ തന്നെയാണ്. ദുബായിലുള്ളവർക്കെല്ലാം ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടാവും കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ഞാനത് വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ മാതളത്തിൻ്റെ റെസിപ്പിയാണ്, മാതളത്തിൻ്റെ ജ്യൂസാണ്. ഇതെൻ്റെ ഫ്രണ്ട് ജമീലേൻ്റെ വീട്ടിൽ അവൾ ഫ്രഷായിട്ട് എനിക്ക് പറിച്ചു തന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ജ്യൂസാണ്. ഇതിൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നിറയെ ഫൈബർ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ്, തടിയൊക്കെ കുറയ്ക്കാനുള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം നമുക്കപ്പോൾ അധികം ഫൈബർ അധികം ചെല്ലുമ്പോൾ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളതാണ്. ഹാർട്ട് ഹെൽത്തിനെയും അതുപോലെ ക്യാൻസർ സെല്ലിനോട് ഫൈറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള നല്ലൊരു ഫ്രൂട്ട്. പിന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസും നിറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വെറുതെ അല്ലെങ്കിൽ ഇതേപോലെ ജ്യൂസ് അടിച്ചിട്ടോ എന്തായാലും ഇതൊന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച്, 1 കപ്പ് മതിയെങ്കിൽ 1 കപ്പ്. ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. ഇത് അടിച്ചെടുക്കാം. ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കൊരു സ്റ്റെം ഗ്ലാസ്സിലേക്ക് ഒഴിക്കും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ ഈ ജ്യൂസിൽ പുതിനയില
കുറച്ച് പുതിനയില മതി കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ഫ്രഷാണ്. പിന്നെ കുറച്ച് ഇഞ്ചി. ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഒരു പുതിനയില ഇഞ്ചിയുടെയൊക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് നമുക്കിതിൻ്റെ പുതിനയില. അപ്പം ജ്യൂസ് കണ്ടല്ലോ, നല്ലത്. മിറക്കിൾ ഗാർഡനും ജ്യൂസും കണ്ടല്ലോ, നല്ലൊരു റെസിപ്പിയും നല്ല കാഴ്ചയാണ്. അതേപോലെ എൻ്റെ ക്ലാസ്സിൻ്റെ പ്ലം കേക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ റിവ്യൂ ആണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.